എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ, എന്നെ നിന്മാവിങ്കൽ ചേർപ്പനാ ഒന്നിതായിപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിന്മാവിങ്കൽ ചേർപ്പനാ ഒന്നിതായിപ്പോൾ നിൻ പദത്തിൽ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നീജ പ്രാണിക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യം 22-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് സഹിഷ്ണുത നഷ്ടമാക്കിയ ആദമിനെ പറ്റിയാണ് ഞാൻ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ്: കോപശീലനോട് സഹിത്വം വരുത്, ക്രോധ മനുഷ്യനോടുകൂടെ നടക്കുകയും വരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിൻ്റെ പ്രാണൻ കണിയിൽ അകപ്പെടുവാനും സംഗതിയാകരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയിപ്പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിൻ്റെ കീഴിൽ നിന്നും നിൻ്റെ മെത്ത എടുത്ത് കളവാൻ ഇടയാകരുത്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത്: നിൻ്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. സങ്കീർത്തനം 37:8 കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. 37-ാം സങ്കീർത്തനത്തിലും സദൃശവാക്യം 22-ലും നാം ഒരുപോലെ പഠിച്ചാൽ രണ്ട് വ്യത്യസ്തമായ രീതിയെ കാണിക്കുന്നു. ഒന്നിൽ അതായത് സദൃശവാക്യത്തിൽ അരുത് എന്ന് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ അതിനുള്ള കാരണങ്ങളും പ്രതിവിധികളും ഉപദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി, കോപശീലനോട് സഹിത്വം വരുത് എന്ന് സദൃശവാക്യത്തിൽ പറയുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് ആ ദോഷത്തിന് കാരണമായി തീരുമെന്നാണ്. നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല, അവസാന വാക്യങ്ങൾ എടുത്തു പറയുന്ന വിഷയം ആണ്: നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് ദൈവം അവർക്ക് ദുർഗമായിരിക്കും. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കും. അവർ ദൈവത്തിൽ ആശ്രയിക്കൊണ്ട് ദൈവം അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു പറച്ചിലുണ്ട്: നിൻ്റെ സ്നേഹിതൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് പറയാം. ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കോപശീലനോട് സഹിത്വം വരുത് എന്നാണ്. അതിനുള്ള കാരണം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് മുന്നമേ ഓർപ്പിച്ചുവല്ലോ. അത് ദോഷത്തിലേക്ക് നയിക്കും. ക്രോധമുള്ള മനുഷ്യനുമായിട്ടാണ് നടപ്പെങ്കിൽ സാവകാശം നീ അവൻ്റെ വഴികളെ പഠിക്കും. ഒരു ആത്മീയനോടുകൂടി നടന്നാൽ നിങ്ങൾക്ക് ഒരു ആത്മീയനായി തീരുവാൻ സാധിക്കും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ: മുല്ലപ്പൂവിന് വേറ്റിടക്കം കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവം അബ്രഹാമിനെ പറ്റി പറഞ്ഞത് എൻ്റെ സ്നേഹിതനെന്നാണ്. ആദ്യ മനുഷ്യനായ ആദാമിനും ഭാര്യ ഹവ്വായ്ക്കും ദൈവത്തിൽ നിന്ന് സഹിത്വം നഷ്ടപ്പെടുവാനുള്ള കാരണവും ഇതുതന്നെയാണ്. ദൈവത്തോടൊപ്പം ദുരിതന്തോറും സഞ്ചരിച്ച ദമ്പതികൾ ദോഷചിന്തയിലേക്ക് നടക്കുവാൻ ഇടയായിത്തീർന്നു. ദുഷ്ടപിതാവിൻ്റെ ആലോചനയായിരുന്നു അതിന് പിന്നാലെ. 1-ാം സങ്കീർത്തനത്തിൽ മുന്നറിയിപ്പായിട്ട് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നും, പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യവാൻ. ഏദനിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വഞ്ചിതരായി അവൻ്റെ ഉപദേശങ്ങളിൽ നിന്നും
ഉപദേശങ്ങൾ കേട്ട് അതിൽ വീണു എന്ന് പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പിനെ അവഗണിച്ചു പോയതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സഹിതം മനുഷ്യന് നഷ്ടപ്പെട്ടു. അനുസരണക്കേട് മൂലം പാപം അവനിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി, ആത്മീയ ജീവൻ നഷ്ടമാക്കി. ദൈവത്തെ പോലെ ഇരുന്നവൻ ഇപ്പോൾ വെറും ജഡമായി തീർന്നു. സാത്താൻ്റെ സ്വഭാവങ്ങൾ സാവകാശം അവരിലേക്ക് വന്നു. അതിൻ്റെ പരിണത ഫലമായിരുന്നല്ലോ കായീന് കോപം ഉണ്ടാകുവാനും സഹോദരനെ കൊല ചെയ്യുവാനും പ്രേരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സഹിതം ആരുമായിട്ടാണ്? അവരുടെ സ്വഭാവം നിങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ദൈവത്തോടുള്ള സഹിതം നിങ്ങളിൽ ഇല്ലായെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു മോചനം ആവശ്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തോട് ചെല്ലുവീൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആകയാൽ ദൈവത്തോടുള്ള സഹിതം മുറുകെ പിടിച്ച് ദൈവത്തോട് പറ്റിയിരിക്കാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അങ്ങനെയുള്ളവർക്ക് 91 സങ്കീർത്തനത്തിലെ വാഗ്ദത്തങ്ങൾ അനുഭവമാക്കാൻ സാധിക്കും. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.